ഫുട്ബോൾ, ക്രിക്കറ്റ് കായിക പ്രേമികൾക്കായി കളിക്കാനും പരിശീലനം നടത്താനുമായി തലയോലപ്പറമ്പ് വാരിക്കം കുന്നിൽ ടർഫ് കോർണർ ഒരുങ്ങി. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിപ്പമേറിയതും വൈക്കം താലൂക്കിലെ ആദ്യത്തേതുമായ കോർണറിന്റെ ഉദ്ഘാടനം പന്ത് തട്ടിക്കൊണ്ട് MLA CK ആശ നിർവഹിച്ചു. ഫുട്ബോൾ, ക്രിക്കറ്റ് കായിക പ്രേമികൾക്ക് കളിക്കാനും പരിശീലനം നടത്താനുമാണ് തലയോലപ്പറമ്പ് വാരിക്കം കുന്നിൽ ഫുട്ബോൾ ടർഫും ക്രിക്കറ്റ് നെറ്റ്സും ഒത്തുചേർന്ന ടർഫ് കോർണർ ഒരുക്കിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിപ്പമേറിയതും വൈക്കം താലൂക്കിലെ ആദ്യത്തേതുമായ ടർഫ് കോർണറാണിത്. നാട്ടിൻപുറങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാൻ പൊതുയിടങ്ങൾ കുറഞ്ഞു വരുന്നതും കുട്ടികളും യുവാക്കളും ലഹരിക്കടിമപ്പെടുന്നതും കണക്കിലെടുത്തുകൊണ്ട് കാഞ്ഞിരമറ്റം കയ്യാലപ്പറമ്പിൽ മനു മോഹനും മാതാവ് ഉഷാമോഹനും ചേർന്നാണ് വാരിക്കം കുന്നിൽ 50 സെന്റ് സ്ഥലം ലീസിനെടുത്ത് 60 ലക്ഷം രൂപ ചിലവഴിച്ച് ടർഫ് കോർണർ ഒരുക്കിയത്. പകലും രാത്രിയും ഫുട്ബോൾ, ക്രിക്കറ്റ് പരിശീലനങ്ങൾ നടത്താനുള്ള സജ്ജീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. വൈക്കം MLA CK ആശ പന്ത് തട്ടിക്കൊണ്ട് ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തുകൊണ്ടാണ് അന്നത്തെ സംവിധാനങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ഓടിക്കളിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ, സംവിധാനങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് വെച്ചാൽ അന്ന് മൊബൈലല്ലല്ലോ, TV ആയിരിക്കും. കൂടുതൽ TV കാണുന്നതിനേക്കാൾ കൂടുതൽ ഓടിക്കളിക്കുകയും കൂട്ടുകാരോടൊപ്പം ഉല്ലസിക്കുകയും ആ നിമിഷങ്ങളെ ആസ്വാദകരമാക്കുകയൊക്കെ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ മുറ്റങ്ങളും തൊടികളും തന്നെ ഓടിക്കളിക്കുവാനുള്ള ധാരാളം സ്ഥലങ്ങളുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അയൽവാസിയുടെ മുറ്റത്ത് അവരുടെ പറമ്പിൽ കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. തൊട്ടടുത്ത അമ്പലത്തിൻ്റെ, പള്ളിയുടെ ഒക്കെ മുറ്റങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ച് അവർ ഓടിക്കളിക്കുന്നത് ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ അവരെ കാത്തിരിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു സൗകര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ല. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള മഹനീയമായ മാതൃകകൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. വളരെ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ, പക്ഷേ അവർക്ക് അവസരങ്ങൾ അതൊന്നും വികസിപ്പിച്ചെടുക്കാനുള്ള അവസരങ്ങളില്ലാതെ വരുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും സ്കൂൾ ഗ്രൗണ്ടുകൾ പോലും ഇല്ലാതെ ഇല്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ ഇങ്ങനെ വാശിക്ക് ചിലപ്പോൾ ഫണ്ട് വയ്ക്കും, ഒരു സ്കൂളിലേക്ക് 4-5 ടോയ്ലറ്റൊക്കെ കൊടുക്കും. സ്കൂളുകാർക്കും ഇഷ്ടമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് KN സോണിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ SHO വിപിൻ ചന്ദ്രൻ ആദ്യ മത്സരം ഉദ്ഘാടനം ചെയ്തു. അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എഴുത്ത് പരീക്ഷകൾ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടുപോകുന്നൊരു സംഭവമാണ് ഫിസിക്കൽ ടെസ്റ്റ്. അതിപ്പോൾ ഏതൊരു റാങ്കിലേക്കും ഫിസിക്കൽ ടെസ്റ്റ് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. അപ്പോൾ ഞാനൊരു അനുഭവസ്ഥനാണ്. കാരണം എനിക്ക് ഫിസിക്കലിൽ പോയപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ കളിയിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 8 ഐറ്റമാണുള്ളത്. 8 ഐറ്റത്തിൽ ആദ്യത്തെ 5 ഐറ്റം തന്നെ ക്വാളിഫൈ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അതൊരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ കളിച്ചു വരുന്ന ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഏതൊരു നാടിൻ്റെയും സന്തോഷം തന്നെയാണ്. ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റോഹിത് സാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ 40 വയസ്സിന് മുകളിലുള്ള ഒരു ക്രിക്കറ്റ് കൂട്ടായ്മ വൈക്കത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ വൈക്കത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. ഒരിക്കലും ഒരു ക്രിക്കറ്റിലുണ്ട് നമുക്ക് അധികാര സ്ഥാനങ്ങളെല്ലാം ചോദിച്ച് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്നിട്ട് ഫുട്ബോളോ വോളിബോളോ ഒക്കെ ആണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എല്ലാം ചെയ്യാൻ പറ്റും. യോഗത്തിൽ ടർഫ് നിർമ്മിച്ച ബിപിൻ ബാബുവിനെ മനു മോഹനും ഉഷാമോഹനും ചേർന്ന് ഉപഹാരം നൽകി അനുമോദിച്ചു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സന്ധ്യ, വെള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാമണി മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലൂക്ക് മാത്യു, ലിസിൻ സണ്ണി, മഹിളാ മണി, R നികിത കുമാർ, ശാലിനി മോഹനൻ, കുര്യാക്കോസ് തോട്ടത്തിൽ, OK ശ്യാംകുമാർ, ജയ അനിൽ, KS സച്ചിൻ, J നിയാസ്, ഷിനി സജു, ബേബി പുച്ചുകണ്ടം, മിനി ശിവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വെള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇറുമ്പയത്തൊരു വലിയൊരു സ്റ്റേഡിയം, 3 കോടി രൂപയുടെ ഒരു സ്റ്റേഡിയം ഉയർന്നു വരികയാണ്. നമ്മുടെ MLAയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ആ സ്റ്റേഡിയം. അപ്പോൾ അതോടൊപ്പം തന്നെ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും കായിക പ്രേമികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പല ചെറിയ കാര്യങ്ങളാണേലും നമ്മൾ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി പല വർക്കുകളും ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണമാണ് നമ്മുടെ സ്റ്റാൻഡിൽ, പഴയ സ്റ്റാൻഡിൽ ഒരു കളിസ്ഥലം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവും ഏകദേശം ഉടനെ തന്നെ ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, വൈക്കം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.